എല്ലാം കൂടുതലും പാർവതി ഫാൻസാ ഇവിടെ വന്നിരിക്കുന്നത്. പാർവതി ചേച്ചി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. ഹരിച്ചേനോട് ഒരു 2 ലൈൻ പാട്ട് പാടിത്തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലൈവ് തീരുന്നതിന് മുമ്പ് പാടാം. ഞാൻ എല്ലാ എപ്പിസോഡിലും പഠിക്കാറുണ്ട്. ഞാൻ ഇന്റർവ്യൂ എങ്ങനെയുണ്ട് പാർവതിയുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? എങ്ങനെയായിരുന്നു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ആങ്കറായി വരുന്നുള്ളത്? എനിക്കെന്താ പറയാ, ഭയങ്കര, കാരണം നമ്മളൊരു ആങ്കറിംഗിൽ നിൽക്കുമ്പോൾ പല ജേർണിയിലൂടെ നമ്മൾ പോകും. ഇപ്പൊ ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഈ പറഞ്ഞാൽ അതിന്റെ ഒരു രസം പിടിച്ച് വന്നപ്പോഴേക്കും ആ ഷോ കഴിഞ്ഞു പോയി. കുറച്ച് എപ്പിസോഡ് പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇനി ത്രൂ ഔട്ട് ഒരു എപ്പിസോഡ് ഇത് ചെയ്യും എന്നുള്ളൊരു കൺഫർമേഷനിൽ ഞാൻ ചെയ്യുന്ന റിയാലിറ്റി ഷോ ആദ്യത്തേതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ഒരു കാര്യം വിളിച്ചപ്പോഴും. പിന്നെ ജഡ്ജസ് ഒക്കെ, കാരണം നമ്മളത് നോക്കും, കാരണം ഒരു ഷോ ചെയ്യുമ്പോൾ അതൊരു കോംബോ വർക്ക് ആവണം. ഇപ്പൊ എല്ലാം കൊണ്ട് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ നമുക്ക് വരണമല്ലോ. അപ്പൊ ഹരിച്ചേട്ടൻ ഉണ്ട്, ഷാനിക്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഹരിച്ചേട്ടാ? കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി പിള്ളേരായിട്ടും നമ്മളുമായിട്ടും ഭയങ്കര സിങ്കായി. എല്ലാരും ഒരു ഫാമിലി പോലെ ആയി. അതാണ് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതിന് വരുന്നതിന് മുമ്പ്. എല്ലാരുമായിട്ട് സെറ്റ് ആവണം. അല്ലാതെ നമ്മൾ വെറുതെ അവിടെ പോയി ജഡ്ജ് ചെയ്ത് കുറെ മാർക്കും കൊടുത്ത് പിള്ളേരെയും കരയിച്ചിട്ട് കാര്യമില്ല. അപ്പം അതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ആൻഡ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഫസ്റ്റ് ഷെഡ്യൂൾ ഭയങ്കര രസമായിട്ടാണ് പാർവതി ഹാൻഡിൽ ചെയ്തത്. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് വേറെ ഒരു സന്തോഷം ഒപ്പം തന്നെ പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് അമൃതയില. അപ്പൊ നമ്മൾ പഠിച്ച അതേ കോളേജിന്റെ ഇതിൽ നമുക്ക് അമൃത ടിവിയിലും കൂടെ ഒരു റിയാലിറ്റി ഷോ ഹോസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കൂടെ ആയിരുന്നു എനിക്ക്. അമൃതയായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസിലാണ് ഞാനും വന്നത്. അതിലാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണുന്നവർക്ക് കാണട്ടെ. 8 മണിക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഭയങ്കര രസം ഈ ഷാനിക്കയും ഹരിച്ചേട്ടനും കൂടെ ഒന്നിച്ച് വന്നാൽ തന്നെ എന്റെ ദൈവമേ, ഒരുപാട് കഥയുണ്ട്. ഞാൻ ഓരോ ഷെഡ്യൂളിൽ പയ്യെ ഇതൊക്കെ ഊറ്റിയെടുക്കണം എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് ഷാനിക്ക ഒന്ന് വിളിക്കട്ടെ. ഞാനൊരു ജോയിൻ ചെയ്യാം. നീ ഒന്ന് ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കും. ഞാനിപ്പോ വരാം. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് വരാം. ഓക്കെ? വിളിച്ചിട്ട് പോവോ? ഇല്ല തേക്കില്ല, ഞാൻ ഇപ്പൊ ഓടി വരാം. ഓക്കെ ഒന്ന് വിളിച്ചു. ഓക്കെ, ഹരിച്ചേട്ടൻ ഷാനിക്ക ഒന്ന് വിളിക്കാം. ഞാൻ വന്നു. ഷാനിക്ക, ഹരിച്ചേട്ടൻ ഷാനിക്ക വിളിക്കാൻ വേണ്ടി ഇപ്പൊ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വന്നു. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേക്കാം ഷാനിക്ക, കേക്കാം. അയ്യോ, ഇത്ര നേരം ഹരിച്ചേട്ടനുണ്ടായി. ഷാനിക്കയെ വിളിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അതെ, ഞാൻ അവന്റെ കോൾ ഞാൻ കണ്ടു. അവനെ ഒന്ന് കണക്ട് ചെയ്യാവോ പാറു? അമൃത ചാനൽ ഒന്ന് കണക്ട് ചെയ്യോ ഹരിച്ചേട്ടനെ? അവരാണ് സ്റ്റാർട്ട് ചെയ്തതേ. ആണോ? ഞാൻ ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും എന്റെ കാൽക്കുലേഷൻ ചെറുതായിട്ട് ഒന്ന് പാളി. അല്ലെങ്കിൽ ലേറ്റാ. ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞോണ്ടിരിക്കും അടുത്ത ഷെഡ്യൂളിൽ ഇത് ചർച്ച ചെയ്യണമെന്ന്. ഇതിനുള്ള പണിഷ്മെന്റ് ഷാനിക്കയ്ക്ക് തരുന്നുണ്ട് കേട്ടാ. എന്റെ പൊന്നുമോളെ, ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി നടക്കാണല്ലോ നീ പണിഷ്മെന്റ് തരാൻ വേണ്ടിട്ട്. അങ്ങനെ വേണമല്ലോ. അവനെവിടെ? ഇപ്പൊ വരും തോന്നുന്നു. വരട്ടെ. അപ്പൊ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഹരിച്ചേട്ടൻ ഒന്ന് ലൈവിൽ ജോയിൻ ചെയ്യേണ്ടതാണ് പ്ലീസ്. എന്നിട്ട് എന്തൊക്കെയുണ്ട് പാർവതി വിശേഷങ്ങളൊക്കെ? വിശേഷം ഇന്നല്ലേ വിശേഷം. എനിക്ക് വയ്യ. ഇന്ന് ലോകം നമ്മളെല്ലാവരുടെയും മറ്റൊരു മുഖം കാണാൻ പോവാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ. അതെ, ഇക്കാക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇക്ക എന്നും ലേറ്റ് ആണല്ലോ എന്ന്. മിക്കവാറും എന്റെ ഏതെങ്കിലും പടത്തിന്റെ ഡയറക്ടർ ആയിരിക്കും. ഒരു സനു പറഞ്ഞിട്ടൊരു പാട്ടിനാണ്. എടാ സോറി, ഞാൻ നീ പാടിയ പാട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കായിരുന്നു. ഓ, അതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ ഹരിച്ചേട്ടാ? വിട്ടേക്കല്ലേ, പാവല്ലേ, പോട്ടെ അല്ലേ? കേൾക്കണില്ല, അവന്റെ വാ മാത്രം കാണാം. പോയി. അയ്യോ, അപ്പൊ ഷാനിക്ക സുന്ദരി ആയിരിക്കുന്നു പാറു. കണ്ട കേട്ടാ ഷാനിക്ക കാണാത്ത പോലെ ഇരിക്കല്ലേ. ഹലോ, നിന്റെ പാട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കായിരുന്നു ഞാൻ. പണിപ്പുരയിലായിരുന്നു. അതെ, കുഴപ്പമില്ല. അല്ല, അതുകൊണ്ട് ക്ഷമിച്ചേക്കാല്ലേ ഹരിച്ചേട്ടാ?
ഒരു ഉം. ഉഗ്രം പാട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഞെട്ടി ഇരിക്കുകയായിരുന്നു പാടിയിട്ട്. ആ ഷാനിക്കയുടെ ഒരു കുഴപ്പമില്ല, ഒന്നൊന്നര പാട്ട് നമുക്ക് വരുന്നുണ്ട്. അടുത്ത ഷെഡ്യൂള് പാടാം. ഇല്ല കുറെ ഇല്ല പാട്ടുകൾ അയ്യേ, പാടാം. ഇല്ല, അതിന് സമയമൊന്നും ഇവ- ആയിട്ടില്ല. ഇവള് അതിന്റെ ഇടയിൽ കിടന്ന് എല്ലാം അങ്ങ് ഊറ്റാൻ നോക്കുക. ആങ്കർ ആയ എല്ലാം ഊറ്റിയെടുക്കണം എന്നാണ് ശാസ്ത്രം. മോളെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഹാപ്പി ഫ്രെയിംസ് അല്ല ഇത്, അതെ, ഇത് സൂപ്പർ സ്റ്റാറിന്റെ വേദിയാണ്. സൂപ്പർ സ്റ്റാറിന്റെ വേദിയാണ്. ലൈവ് അവിടെ ഹാപ്പി ഫ്രെയിംസ്, അവിടെ ഹാപ്പി ഫ്രെയിംസിന്റെ നിന്റെ തൊട്ടി സ്വഭാവം എടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാനിക്ക, സംയമനം പാലിക്കണം. ഞാനിപ്പോ ഹാപ്പി ഫ്രണ്ട്സിലാ. ഇപ്പൊ ഹാപ്പി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞുള്ളൂ ഇപ്പൊ. ഏതാണ് ആ ഹതഭാഗ്യൻ? ആ, ടോമിനോ തോമസ്. ഹരി എന്നാ ബാക്കി നമുക്ക് ലൈവ് നമുക്ക് കഴിഞ്ഞിട്ട് പറയാം. ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, മറ്റേ ജിത്തിന്റെ പടം അജിത്തിന്റെ ARM. പടം ARM-ന്റെ. ആറമിന്റെ. അടിപൊളി അടിപൊളി അടിപൊളി. യെസ്. അപ്പൊ തുടങ്ങല്ലേ ഇന്ന്? ഇത് വൻ സന്തോഷം. ഹിറ്റായിരുന്നു കേട്ടോ. ഞാൻ 6 മണിക്ക് കറക്റ്റ് ഇതിൽ കയറി. ഞാൻ നോക്കിയപ്പോ അമൃത ടി വി ഞാനും മാത്രമേ ഉള്ളൂ. ആങ്കറും ഇല്ല. ഞാൻ ശശി. എങ്ങനെയുണ്ട്? ഒരു ആങ്കർക്ക് വേണ്ട സാമാന്യമായിട്ടുള്ള ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആ അളിയാ, നമ്മൾ ഒരു ദിവസം ലേറ്റ് ആയി അവിടെ. അതെ, അതിന് ഇവള് എന്തൊക്കെയായിരുന്നു അവിടെ അവിടെ വിഷയം അവളെ ഉണ്ടാക്കിയത്. എന്തൊക്കെ അവളവിടെ കാണിച്ചു കൂട്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുള്ള പ്രതികാരം അവിടെ തീർത്ത് കഴിഞ്ഞതാ. ഇനി നമ്മൾ ലൈവിൽ ഇരുന്ന് ഇത് അലമ്പുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ഷാനിക്ക? അല്ല, ഇതൊക്കെ അലമ്പന്റെ ആവശ്യമില്ല അല്ലെ? സ്പോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ആ 5 മിനിറ്റ് എങ്ങനെ തള്ളി നീക്കുന്നു എനിക്ക് അറിഞ്ഞൂടെ വന്നിട്ട്. എല്ലാവർക്കും അഞ്ച് സൂപ്പർ മിനിറ്റ് സ്റ്റാറിലേക്ക് സ്വാഗതം. ഇതൊക്കെ പറഞ്ഞ് നീയോ അമൃത ടി വി മാത്രം എങ്ങനെ തള്ളി നീക്കണാവേ? അയ്യോ. ഉം. ഓക്കെ, ഷാനിക്ക പറയ്. ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു. ഷാനിക്ക പറ, ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ എന്ത് തോന്നി ഷാനിക്കക്ക്? ആങ്കർ മാറ്റണം എന്നായിരുന്നു ആദ്യമായിട്ട് തോന്നിയ ഒരു വികാരം. അത് ഞാൻ എന്റെ കൂടെയുള്ള ജഡ്ജസിനോട് പങ്കുവച്ചപ്പോഴും ഒരേ സ്വരത്തിൽ ഇവരെല്ലാവരും ആ ദേ ആ, എന്ന് ആ പറഞ്ഞു. ദേ എന്നിങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഇല്ല, അമൃത ടി വി ഇത് എഴുതി കാണിക്കുന്നു, പാർവതീനെ ഒരിക്കലും ഞങ്ങൾ മാറ്റുന്നതായിരിക്കില്ല എന്ന്. അങ്ങനെ എഴുതി കാണിച്ചില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അതെ, ഇതില് പാറു ഇസ് എ ബെസ്റ്റ് ആങ്കറോ? യാ, 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 കണ്ടോ പാറു അല്ലെങ്കിലും പൊളിയല്ലേന്ന് നിഷാദ് എന്ന് പറഞ്ഞ ചേട്ടൻ. താങ്ക് യു ചേട്ടാ. കണ്ട കേട്ട് പഠിക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്യും ഷാനിക്ക. നിഷാദ് കാണാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. കള്ളം പറഞ്ഞ് പടച്ചു വിടരുത് നിഷാദ്. 4 ദിവസം ഇവനും ഞാനും കൂടെ ഇവളെ സഹിക്കല്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാ പോരാടുന്നത്. ഇവരെല്ലാരും കൂട്ടം കൂട്ടിനെ ആക്രമിക്കുകയാണ്. നമ്മൾ ജഡ്ജസ് അല്ലേ? നമ്മൾ ഞങ്ങൾ ജഡ്ജസ്. 24 കുട്ടിപ്പട്ട കുറച്ചുപേര് എന്റെ കൂടെ, കുറച്ചുപേര് ഇവരുടെ കൂടെ. ആ ഒരു നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുട്ടിപ്പട്ടാളത്തിൽ ഒരാൾ പോലും നിന്റെ കൂടെ ഇല്ല. എല്ലാവരും ജഡ്ജസിന്റെ കൂടെയാണ്. ഇല്ല, പിന്നെ അത് നീ അവരുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട്, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു സപ്പോർട്ടൊക്കെ ചെയ്തിട്ടിരിക്കുന്നു. അവരുടെ കണ്ണിലുണ്ണി എന്ന് പറയുന്നത് ഹരിയും ഞാനും, ഹരിചരൻ സായ ഒക്കെയാണ്. അതെ. നീ പിന്നെ അവരുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് പണ്ടാരം ഇരിക്കുന്നുണ്ടല്ലോ, ആ ശരി സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള ലൈനിൽ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. സാറിനെ പറ്റി പറയുമോന്ന് ഒന്നുകൂടെ പറയാം. നമുക്ക് ഇപ്പൊ ജോയിൻ ചെയ്ത ആളായിരിക്കും. അപ്പൊ ആരെ പറ്റി പറയുന്നത്? സൂപ്പർ സ്റ്റാറിനെ പറ്റി. സൂപ്പർ സ്റ്റാറിനെ പറ്റി ഏറ്റവും നന്നായിട്ട് പറയാൻ അറിയുന്ന ആള് ഹരിയ. അത് സർപ്രൈസാ. അത് നമ്മളിപ്പോ പൊളിക്കണ്ട. സർപ്രൈസ് എന്ത്? ഇന്ന് രാത്രി പൊളിയാൻ പോവല്ലേ? ഇന്ന് രാത്രി എന്തായാലും പൊളിയാൻ പോണ്. ഹരി, എന്താണ് സൂപ്പർ സ്റ്റാറിനെ പറ്റി പറയാനുള്ളത്? എത്ര നല്ല ഓർമ്മകളാണ്. അതെ, അതെടുത്ത് പറഞ്ഞായിരുന്നു. കാണിക്കുകയും ചെയ്തു. അയ്യോ ആരോടാ? എങ്ങനെയുണ്ടായിരുന്നു ഷാനിക്ക? എന്നാലും ഫസ്റ്റ് ഷെഡ്യൂൾ എൻജോയ് ചെയ്തില്ലേ? ഭയങ്കര ഉറപ്പായിട്ടും. നമ്മള് 3 പേരും, അതായത് ഇപ്പൊ ഹരി, പിന്നെ ഞാൻ, അതുപോലെ ഫസ്റ്റ് സിറ്റിംഗിൽ ഹരിചരൺ, സെക്കൻഡ് സിറ്റിംഗിൽ ഹരി, ഞാൻ, സൈനോറ. നമ്മള് 3 പേരും സത്യം പറഞ്ഞാൽ അവിടെ അടിച്ചു പൊളിക്കായിരുന്നു. സത്യം പറഞ്ഞാല് 4 ദിവസം പോയത് അറിഞ്ഞില്ല. 4 ദിവസം സത്യം പറഞ്ഞാൽ പോയത് അറിഞ്ഞില്ല. പിന്നെ കൂടെ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവളും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് നമ്മൾ ഇന്നലെ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോയി. ആരുടെ കൂടെ പോയി എന്തെങ്കിലും പറഞ്ഞ അതിൽ പിടിച്ചങ്ങ് തൂങ്ങി അങ്ങ് പോകും. അതിൽ പിടിച്ചങ്ങ് കേറി അല്ല, അറിയണ്ട. എവിടെയെങ്കിലും എത്തും. നിങ്ങളുടെയൊക്കെ കാര്യം ഉത്തരവാദിത്വം ഉണ്ട്. ഇനി മുതൽ അത് കുറച്ച് കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. അതെ, ഇന്നാണെങ്കിൽ രാഖി ബന്ധനം കൊണ്ട് ഇവളൊരു 3-4 രാഖി എടുത്ത് നാട്ടുകാരുടെ പുറകെ ഓടി
ആദ്യമേ പിടിച്ച് സഹോദരന്മാരാക്കി. ആ ഒരു ലൂപ്പ് ഹോൾ അവളങ്ങ് അടച്ചു കളഞ്ഞു. അതെ, തുടക്കത്തിലെ അടച്ചു. അപ്പൊ സൂപ്പർ സ്റ്റാറിനെ പറ്റി ഹരിച്ചേട്ടൻ പറയുന്നുണ്ടോ അതോ കാണട്ടെ എന്നാണോ? കാണട്ടെ, ആൾക്കാർ കാണണ്ടേ. ഞാൻ ഇവിടെ പറഞ്ഞതിന്റെ ആ ഒരു സ്പോയിലർ ആവും. എല്ലാരും കാണണം, കണ്ട് ആസ്വദിക്കണം. ഇന്നത്തെ കഥ പറയാനുണ്ട് ഹരിച്ചേട്ടന്, കഥ പറയുന്നുണ്ട് അതിനകത്ത്. ബട്ട് എനിവേസ്, അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയിരുന്ന സൂപ്പർ സ്റ്റാർ വീണ്ടും അമൃത ടിവിയിൽ വരാൻ പോവാണ്. മൺഡേ ടു തേഴ്സ്ഡേ 8 മണിക്കായിരിക്കും. നമ്മുടെ കുട്ടികളുടെ നല്ല കുറെ പാട്ടുകളും കുസൃതികളും ഒപ്പം ഞങ്ങളുടെ ചില കുസൃതികളും വഴക്കുകളും തല്ലുപിടുത്തവും അടിയും ഒക്കെ അതിനകത്ത് ഭയങ്കര രസകരമായിട്ടൊക്കെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾ കണ്ടിട്ട് വേണം പറയാൻ. അല്ല, തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പം ഹരിയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ കൂടെ ഇരുന്ന കോ ജഡ്ജസ് ആണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളത് ഒരു ഭാഗത്ത്. പിന്നെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജേർണിയുടെ ഭാഗമാവാൻ പറ്റി നമുക്ക് എല്ലാവർക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ ഫസ്റ്റ് റിയാലിറ്റി ഷോ, മ്യൂസിക് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററികളൊക്കെ ഹരിയും ഞാനും ഒക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലും നാളത്തെ എപ്പിസോഡിലും ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹരിയാണെങ്കിലും ഞാനാണെങ്കിലും സായ ആണെങ്കിലും ഹരിചരനാണെങ്കിലും നമുക്കത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പൊ അതിന് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന സതീഷ് ഭായി, അതുപോലെ പിന്നെ ഈ പാർവതി അല്ല മറ്റേ പാർവതി, അങ്ങനെ പിന്നെ അരുൺ, ഒരു വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ ഇതിന്റെ പുറകെ. പാർവതിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും. അതെ. അവളിപ്പോ ഓൾറെഡി ഹോസ്പിറ്റൽ എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നണേ. ഓൾറെഡി അഡ്മിഷൻ ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ് അടുത്ത നമ്മുടെ ഷെഡ്യൂളിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ സത്യം പറയാലോ, ഞാൻ കുറെ റിയാലിറ്റി ഷോസ് ഞാൻ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലോറിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ പാട്ടുകൾ കേൾക്കുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് അത് ഒരു രക്ഷയില്ല. ഓർക്കസ്ട്ര ഒരു രക്ഷയില്ല, പിള്ളേരൊരു രക്ഷയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞേ, ഹരിയും ഞാനും നമ്മളെല്ലാവരും കൂടെ നമ്മൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ജഡ്ജിങ് ഒന്നും പറയാൻ നമുക്ക് തോന്നിയില്ല. നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ച് ആ പാട്ടുകളെ പറ്റി ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അത് എങ്ങനെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് കുറച്ചുകൂടെ ഇവരുടെ, കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്ലേ ബാക്ക് ഇൻഡസ്ട്രി വേറൊരു രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഇവരെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ഇവരെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നല്ലൊരു, നമുക്ക് അവരുടെ അടുത്ത് പഠിക്കാനുണ്ട്, അവർക്ക് നമ്മുടെ അടുത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ 4 ദിവസങ്ങൾ. അത് ഇനിയും ബെറ്റർ ആവുകയുള്ളൂ. കാരണം ഇപ്പോഴാണ് നമുക്ക് എല്ലാ കുട്ടികളുടെയും ടാലന്റും കാര്യങ്ങളൊക്കെ മനസ്സിലായത് ആ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ. ഇനി അത് അടിപൊളിയായിട്ട് അങ്ങനെ ബെറ്റർ ആവാൻ പോവാണ് എനിക്ക് പറയാനുള്ളത്. 1.5 വർഷം ഇങ്ങനെ കൊണ്ടുപോകണം. അതെ, 1.5 വർഷം നമ്മൾ അടിച്ച് പൊളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഷോ തുടങ്ങണേ മുന്നേ തൊട്ടുള്ള കൊള്ളേ പറയും, എടി ഇതൊക്കെ നമുക്കൊരു 1.5 വർഷം കൊണ്ടുപോകണം, അടിച്ചു പറഞ്ഞ പോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറാണ് അമൃത ചാനലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം കുട്ടികൾ പാടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പുറകിലുള്ള വിഷ്വൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പാടുന്നതിനനുസരിച്ചുള്ള വിഷ്വൽസ് ഒക്കെ LED ബോളിലൊക്കെ വരുന്ന സമയത്തൊക്കെ. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ എനിക്ക് പറഞ്ഞാല് ഷാനിക്ക പറഞ്ഞാല് ഇപ്പൊ ഓക്കെ ഫസ്റ്റ് ഷെഡ്യൂൾ ആണെങ്കിലും ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലേ, കുട്ടികൾ ആ ഒരു ലിബറൽ ആയിട്ടുള്ള നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതേ സെയിം ടൈം കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ പോയിട്ടുള്ളത്. ആദ്യത്തെ ഷെഡ്യൂൾ വിട്ടുപോട്ടെ അങ്ങനത്തെ ഒരു രീതിയിലും അല്ല, പറയേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ജഡ്ജ്മെന്റ് ഒക്കെ പറഞ്ഞ് കുട്ടികളുടെ കറക്ഷൻ. ആ കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് കടുംപിടുത്തുള്ള ആൾക്കാരാണ്. അതെ അത് ഞാൻ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് വിചാരിച്ച അടുത്തതിൽ സെറ്റ് ആക്കാം ആയിരുന്നില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഇത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ പണിഷ്മെന്റ് വരെ കൊടുത്തു. നമ്മൾ പണിഷ്മെന്റ് കൊടുത്തു. അതായത് തുടക്കത്തിൽ ഹരിയും ഞാനും ഹരിചരനും സായും ഒക്കെ നമ്മൾ വിചാരിച്ചതൊക്കെ കാര്യമായിട്ട് തുടക്കത്തിൽ ഒന്നും പറയണ്ട കുട്ടികളെ, നമുക്ക് ഇങ്ങനെ ഇതൊന്ന് ആസ്വദിച്ചിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. പക്ഷെ പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊന്നും ഒരു രക്ഷയില്ല, അസാധ്യ പിള്ളേരാണ്. അപ്പൊ ഇവര് പാടാൻ തുടങ്ങിയപ്പോഴും
എന്നാ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണല്ലോ. അത് ശരി. അങ്ങനെ നമ്മൾ ശരിക്കും നമ്മൾ വിചാരിച്ചില്ലേ ആദ്യത്തെ ഒരു 4 ദിവസത്തെ ഷൂട്ടിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിചാരിച്ചതില്ല. പക്ഷെ ഓരോരുത്തരും ഓരോ പാട്ടുകളും കൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ദൈവം തമ്പുരാനെ ഇത്രയും ടാലന്റ് അതും ഈ ചെറിയ വയസ്സിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോയി. അപ്പോഴാണ് നമ്മൾ എന്നാ പിന്നെ കുറച്ചൊന്ന് നമുക്കൊന്ന് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യാം. അതെ അല്ല എന്നിട്ടും ഇന്ന് നിക്കുമ്പോ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ കൊണ്ടുവരുന്ന പാട്ട് ഭയങ്കര വലിയ പാട്ടാ. പക്ഷെ എനിക്കനെ ഓ ഈ പാട്ടാണോ പാടാമോ, നമുക്ക് തന്നെ അർത്ഥമായിരുന്നു ഈ പാട്ടാണോ പാടാ. അതെ അതെ, എന്തിനാ ഈ പ്രണയ പാട്ട് കൊണ്ടുവരുന്നത്? പ്രണയ സരോ. അപ്പൊ അങ്ങനെയുള്ള നമ്മളത് ഇങ്ങനെ എന്തൊക്കെ പറയുകയാണെങ്കിലും ഇത്രയും ഹെവി വെയിറ്റ് സോങ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മുടെ പിള്ളേർ വന്നിരിക്കണം. അതിന് നമ്മളൊരു വലിയൊരു കയ്യടി കൊടുക്കണം, വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കണം. ഇനി അവരുടെ ഇപ്പൊ ഹരിക്കാണെങ്കിലും എനിക്കാണെങ്കിലും മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ ഒക്കെ റൂട്ട്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഇനി ആ റൂട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള പ്ലേ ബാക്ക് സിംഗിങ്ങിന് നമുക്ക് എങ്ങനെ ഇവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര രസമുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക്, അല്ലേ ഹരി? പിന്നെ അടിപൊളിയായിരിക്കും. ഒരു ശ്രാവൺ കൃഷ്ണകുമാർ ഷാനിക്കാക്കി പറഞ്ഞു. നമ്മുടെ ശ്രാവണ, നമ്മുടെ ശ്രാവണാണ് ഷാനിക്കാക്കി ജയ്. ഷാനിക്കയ്ക്ക് ജയ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു. എന്താണ് എന്തോ പറഞ്ഞു കേട്ടില്ല. ഊറ്റാൻ പാറുവിനെ കഴിഞ്ഞിട്ട് ആളുള്ളൂന്ന്. അമീൻ ചേട്ടാ, അമീൻ എന്ന് പറഞ്ഞ ആരോ പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ ഇത് അതല്ല. ഷാനിക്ക ദുബായ് ഫസ്റ്റ് കോൺസേർട്ട് കണ്ടിരുന്നു, പൊളിച്ചു. നെക്സ്റ്റ് ടൈം മോർ ബെറ്റർ ആക്കും. അന്നത്തെ കോൺസേർട്ട് പിന്നെ പൊളിച്ചില്ല നമ്മള്. അത് നമ്മള് നെക്സ്റ്റ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാണ്. അതെ. വേറെന്താ? പാറു പ്ലീസ് ഡോണ്ട് ആങ്കർ എന്നൊക്കെ എഴുതിയിട്ട് വരുന്നുണ്ടല്ലോ ആരൊക്കെയോ. കണ്ടിട്ടില്ല, ആരും എഴുതിയിട്ടുണ്ട് ഊറ്റാൻ പാറുവിനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. നഗ്ന സത്യം. അതെ, എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട്. അതെ, അതെ. നമ്മളിനിപ്പോ പിന്നെ ഹരി, നമ്മൾ ഇനി ഷോയിൽ പറയാത്തതായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഇവിടെ ഊറ്റി എടുത്തിട്ടുണ്ടല്ലോ. എല്ലാം ഇനി ആ കസേര കൂടി കയറി ഇരുന്നാ മിക്കവാറും ഇനി അങ്ങോട്ടേക്കുള്ള ഷെഡ്യൂളൊക്കെ നമ്മുടെ മൂന്നാമത്തെ ജഡ്ജി ഇവളായിരിക്കും. ഇവൾ അവിടുന്ന് ആങ്കർ ചെയ്തിട്ട് അവിടുന്ന് നേരെ വന്ന് നമ്മുടെ സൈഡിൽ ഇരുന്നിട്ട് കുട്ടികളോട് പാടും. ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. തേർഡ് ജഡ്ജിന്റെ. അതെ, അതിന്റെ മെയിൻ ആള്. ഇതുവരെ അടുത്ത് ആരാന്ന് അറിഞ്ഞിട്ടില്ല, അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് നമ്മള്. സീറ്റ് ഫ്രീ ആണ്, ഞാൻ എന്തായാലും അവിടെ വന്നിരിക്കും. എങ്ങനെയാവുമല്ലോ. ഷാനൊക്കെ ഇപ്പൊ ഫുൾ ഓൺ ആയിട്ട് മൂവിയുടെ പുറകെയാണെന്ന് അറിയാം. അയ്യോ, ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വേറെ ട്രിപ്പിലാണ്. ഷാനിക്ക അഭിനയിച്ചിട്ടുണ്ടോന്ന്? ഞാനിപ്പോ തൽക്കാലം ഞാൻ ഇനി അഭിനയിക്കുന്നില്ല ഏട്ടാ. വെയിറ്റിംഗ് ഫോർ കാംറാജ്. ഫിലിംസിന്റെ ബാനറിൽ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. ലീല ലോലം. ക്യാരക്ടർ നെയിം ഒക്കെ വരുന്നുണ്ട്. ആരുടെ? എന്റെ ക്യാരക്ടർ നെയിം? കമന്റിലൊക്കെ. അയ്യോ അതെ, ഹരിയോട് പാടാൻ പറയാന്ന്. ഹരിപ്പാട്. ഹരി ഹരിച്ചേട്ടാ കുറെ നേരം പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പാട്ട് പാടാനായിട്ട്. ഓക്കെ ശരി, ഷാനിക്കയുടെ പാട്ട് പാടാം. ഞാൻ എന്റെ പാട്ട് പാടി മടുത്തിരിക്കുക. പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ഷാനിക്ക ഉല്ലാസ ഗായിക ഒന്ന് പാടുവോന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉല്ലാസ ഗായികേ നിന്നായകനീ ഞാനേ, നിൻ കിന്നര വീണയിലീടം മീട്ടാൻ വന്നണയൂ വേഗം. വേഗം ഹരി പാടിക്കോ. അടുത്തത് ഞാൻ ഇത് പാടാം. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എന്റെ മാത്രം
സൂപ്പർ. കണ്ടോ പാർവതി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ ഐ ലൂസ് 5 kilogram in 1 month വിത്തൗട്ട് എക്സർസൈസ്? അത് 1 കിലോ പോലും കുറയാത്ത ഇവളോട് ചോദിക്കുന്നത് എന്തിനാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലൈവിൽ വന്നിട്ട് ഈ ചോദ്യം ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് വെയിറ്റ് കൂടുതലാന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കാണുമായിരിക്കും പുള്ളിക്ക്. നമ്മൾ അയ്യോ വോയിസ് ഒന്ന് ശ്ശോ, എന്താ നല്ല വോയിസ് ഒന്ന് അടിച്ചാണ് ഇപ്പൊ പാട്ട് പാടിയപ്പോ. ഓ അയ്യോ ആരോ പറഞ്ഞു ഞാൻ കേട്ടില്ല, മിണ്ടൂലാണ്. എന്താ ആ ഹരിച്ചേട്ടൻ എല്ലാരും ഓരോരോ പാട്ടുകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടാസ്കുകൾ വരുന്നു. പാട്ടുകൾ പാടാനുള്ള ലൈവ് അല്ല, ഇത് സൂപ്പർ സ്റ്റാറിന്റെ നമ്മുടെ അനൗൺസ്മെന്റ് ആണ്. അതെ അതെ, ഇതൊരു ഓഡിഷൻ അല്ല. ഇതൊരു ഓഡിഷൻ അല്ല. ദേവി ഇത് പാടാൻ പറയരുത്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് ഷാനി. കാരണം ഞാൻ തലേ ദിവസം കൂടെ ഷാനിക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, എന്താവും എന്ന് അറിയില്ലാന്ന്. പക്ഷെ ഫസ്റ്റ് ഷെഡ്യൂളെ ഭയങ്കര എന്ന് വെച്ചാൽ ഒരു 3-4 ഷെഡ്യൂൾ കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഫസ്റ്റ് ഷെഡ്യൂളിലെ നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോ അതിന്റെ റിസൾട്ട് 8 മണിക്ക് അറിയാം. അതെ, അല്ല സി ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ ഫേസ് ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ജഡ്ജസ് നമ്മളോട് ഇരിക്കുന്നുണ്ട്, നമ്മൾ പാട്ടുകളെ വിലയിരുത്തുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഫേസ് ഓഫ് ദ ഷോ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടി എന്നുള്ളത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഞാൻ തമാശ എന്നുള്ള രീതിയിൽ പറയല്ല. ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും ഫേസ് ഓഫ് ദ ഷോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പാർവതി അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഹോൾ ഷോ ആണെങ്കിലും ഗംഭീരമായിട്ട് തന്നെ. ഞാൻ പാർവതി ഇന്റർവ്യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കാര്യം വന്നപ്പോഴേക്കും അത് പാർവതി അങ്ങ് സ്പാറി, അങ്ങനെ പറയാം, സ്പാറി. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കും ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുറച്ചുകൂടെ ഒക്കെ അറിയാൻ പറ്റുള്ളൂ. റിയാലിറ്റി ഷോ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണല്ലോ, അപ്പൊ എന്റെ തെറ്റുകളൊക്കെ തിരുത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഷാനിക്ക് അങ്ങനെയാണെങ്കിൽ തിരുത്താൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ നമുക്കത്. അതുകൊണ്ട് അത് തെറ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗ്യാപ്പ് അതിന് ഒരു ബ്രേക്ക് അതിന് മുന്നേ പറഞ്ഞിട്ടില്ലേ ഷാനിക്ക് ഇനി എന്നാ ദുബായിലേക്ക്? ഷാനിക്ക് ഇനി ദുബായിലേക്ക് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നവംബറിൽ വരും. ഓക്കെ, വിനീതേട്ടന്റെ നെക്സ്റ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2 ദിവസം മുന്നേ അവൻ പാടിയതേ ഉള്ളൂ വിനീതിന്റെ പടത്തില്. ആ അടിപൊളി, സൂപ്പർ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഷോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അല്ലെ? എല്ലാരും കാണണം. ഇന്ന് 8 മണിക്കല്ലേ? അതെ, 8 മണിക്ക്. ഇന്ന് തൊട്ട് മൺഡേ ടു തേഴ്സ്ഡേ 8 മണിക്ക് എല്ലാരും ടിവിയുടെ മുമ്പിൽ ഉണ്ടാവണം. നമ്മളുടെ ഷോ കാണണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് എല്ലാം പറയാം. കാരണം എന്നാലാണ് നമുക്കും ഓരോ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. പോസിറ്റീവ്സ് ഒക്കെ എന്നോടും ഹരിയോടും, നെഗറ്റീവ്സ് കംപ്ലീറ്റ് പാറുവിനോടും. നെഗറ്റീവ്സ് എനിക്ക്, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നെഗറ്റീവ് എനിക്കേ വരുള്ളൂ. കുഴപ്പമില്ല, ഞാൻ അതൊക്കെ ശരിയാക്കിക്കോളാം. അത് മതി, നമ്മളും അതേ പറഞ്ഞോളൂ. അതെ, എല്ലാ ഷെഡ്യൂളും അത് നെഗറ്റീവ് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക്. നിന്നെ നേർവഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി ഞാൻ. അതെ, താങ്ക് യു ഷാനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഷോ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ എല്ലാവരും ഇപ്പൊ 6:30 മണിയായി, 1.5 മണിക്കൂർ കൂടെ ഉള്ളൂ. നമ്മുടെ ഷോ തുടങ്ങാൻ പോവാണ്. ഒരു ഉഗ്രം ജേർണി ആയിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം, ഈ കുട്ടികളുടെ കൂടെ ഉണ്ടാവണം. അപ്പോ നമുക്ക് കാണാം. താങ്ക്സ് ടു ഓൾ വ്യൂവേഴ്സ്, ഇത്രയും നേരം ഞങ്ങളുടെ സംസാരിച്ചതിനും എല്ലാത്തിനും. അതെ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ.